ലാറ്ററൽ ഇൻവേർഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം? അതായത് ഒരു ഇമേജിന്റെ പാർശ്വവശങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം. നമ്മൾ പറഞ്ഞു നമ്മുടെ മിററിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വലത് ഭാഗം ഇടത് ഭാഗമായിട്ടും അതുപോലെ ഇടത് ഭാഗം എന്താണ് വലത് ഭാഗമായിട്ടും കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് നോക്കാം. നമുക്ക് ഈ പ്ലെയിൻ മിററിലൂടെ, പ്ലെയിൻ മിറർ എന്താണ്? സമതല ദർപ്പണം. ആ പ്ലെയിൻ മിററിലൂടെ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു സമതല ദർപ്പണത്തിലൂടെ ഫോം ചെയ്യുന്ന എന്താണ് പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കാം. ദ സൈസ് വിൽ ബി സെയിം. അതായത് എന്തിന്റെയൊക്കെ സൈസ് ആണ്? ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും. അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ ആണല്ലോ ഇമേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലെയിൻ മിററിലൂടെ കിട്ടുന്ന ഇമേജ് ഒബ്ജക്റ്റിന്റെ സെയിം ഇമേജ് സൈസ് തന്നെയായിരിക്കും എന്ത്? ഇമേജിന്റെയും സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് വിൽ ബി സെയിം. ഒബ്ജക്റ്റിന്റെയും എന്താണ് വസ്തുവിന്റെയും അതുപോലെ അതിന്റെ ആ വസ്തുവിന്റെ പ്രതിബിംബത്തിന്റെ, നമ്മൾ മിറർ ദർപ്പണത്തിലൂടെ കാണുന്ന ആ ഒരു പ്രതിബിംബം, അതിന്റെയും രണ്ടിന്റെയും എന്താണ് സൈസ് സെയിം ആയിരിക്കും. അതായത് അതിന്റെ എന്താണ് വലിപ്പം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോ കണ്ണാടിയുടെ മുമ്പിൽ നോക്കാം, നമ്മുടെക്കാളും ഇരട്ടിയുള്ള രൂപമാണ് നമുക്ക് കിട്ടുന്നത്. അല്ല, നമ്മുടെ സെയിം സൈസ് തന്നെയായിരിക്കും. അതാണ് പറയുന്നത് സമതല ദർപ്പണത്തിന്റെ സവിശേഷതകളിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് വിൽ ബി സെയിം. വസ്തുവിന്റെയും അതുപോലെ പ്രതിബിംബത്തിന്റെയും എന്താണ് വലിപ്പം ഒന്ന് തന്നെയായിരിക്കും. ദെൻ സെക്കൻഡ് വൺ ഡിസ്റ്റൻസ് അറിയിക്കൽ. എന്ത് ഡിസ്റ്റൻസ്? അതായത് ഈ ഒബ്ജക്റ്റിന്റെയും, അതായത് നമ്മുടെ ആ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും മിററിൽ നിന്ന് എന്താണ് നമ്മുടെ ഇമേജിലേക്കുള്ള ദൂരവും, വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ളതും അതുപോലെ പ്രതിബിംബത്തിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ളതുമായ ദൂരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞ ഒബ്ജക്റ്റിന്റെയും അതുപോലെ എന്താണ് ഇമേജിന്റെയും സൈസ് സെയിം ആയിരിക്കും. അതായത് വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും വലിപ്പം എന്താണ്? ഒന്ന് തന്നെയായിരിക്കും. ദെൻ സെക്കൻഡ് വൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ആൻഡ് ദ ഇമേജ് ആൻഡ് മിറർ. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും അതുപോലെ എന്താണ് ആ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും സെയിം ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു മിററിന്റെ മുമ്പിൽ നിന്ന് ഒരു സാധനം നമ്മൾ മാറ്റി ഒരു ഇത്ര ദൂരത്തായിട്ട് വെക്കുന്നു. ഒരു ദർപ്പണത്തിന്റെ മുന്നിൽ ഒരു 5 മീറ്റർ ദൂരത്തിൽ, ഒരു 5 സെന്റിമീറ്റർ ദൂരത്തിൽ അല്ലെങ്കിൽ 1 മീറ്റർ ദൂരത്തിലൊക്കെ നമ്മുടെ വസ്തു കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ ആ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അതിൽ ഫോം ചെയ്യുന്ന ഇമേജിന് ആ ഒരു അത്രയും ഡിസ്റ്റൻസിലായിരിക്കും കാണുന്നത്. അല്ല, നമ്മളൊരു വസ്തു ദൂരെ കൊണ്ടുവച്ചാൽ നമുക്ക് അതിനടുത്തായിട്ടായിരിക്കുമല്ലോ ദർപ്പണത്തിൽ കാണുന്നത്. ആണോ? അല്ല. മിററിൽ എന്താണ്? നമ്മൾ ഒരു വസ്തു എവിടെ വെച്ചിരിക്കുന്നുവോ അതേ സ്ഥാനം തന്നെയായിരിക്കും ഇമേജിൽ വന്ന് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ സ്ഥാനം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് വിൽ ബി സെയിം. നമ്മൾ ഒബ്ജക്റ്റിന്റെ, വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും സൈസ് സെയിം ആയിരിക്കും. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റും മിററും, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള ദൂരവും അതുപോലെ എന്താണ് പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള ദൂരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. Then the third peculiarity, it shows lateral inversion. അതായത് ഈ നമ്മൾ പറഞ്ഞു പ്ലെയിൻ മിറർ വഴി ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഷോ ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ്? പാർശ്വിക വിപര്യം കാണിക്കുന്നതായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സമതല ദർപ്പണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? പാർശ്വിക വിപര്യം. അതായത് നമ്മുടെ ഇടത് ഭാഗം വലത് ഭാഗമായിട്ടും വലത് ഭാഗം ഇടത് ഭാഗമായിട്ടും, അതായത് സൈഡ്സുകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് കാണിക്കുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ 3 ഇമ്പോർട്ടന്റ് പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ഇമേജ് ദാറ്റ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. അതായത് ഒരു പ്ലെയിൻ മിറർ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകളാണ് ഇതൊക്കെ. ഇമേജിന്റെയും ഒബ്ജക്റ്റിന്റെയും സൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇമേജും മിററും തമ്മിലുള്ളതും അതുപോലെ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇറ്റ് ഷോസ് ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കുന്നു. അതായത് എന്തൊക്കെയെന്നോ വസ്തുവും ദർപ്പണവും തമ്മിലുള്ളതും അതുപോലെ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള ദൂരം തുല്യമായിരിക്കും. വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും എന്താണ് വലിപ്പം ഒന്ന് തന്നെയായിരിക്കും. അതുപോലെ ഇത് പാർശ്വിക വിപര്യം കാണിക്കുന്നു. അപ്പോൾ ഇതെത്രയാണ് നമ്മുടെ പ്ലെയിൻ മിററിന്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് നോക്കാം. സ്ഫെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയും.
spherical mirrors. ഗോളീയ ദർപ്പണങ്ങൾ, സ്ഫെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ. അതായത് നോക്കാം, നമ്മളുടെ പ്ലെയിൻ മിറർ പറഞ്ഞു. പ്ലെയിൻ മിറർ പറഞ്ഞു. എന്തായിരുന്നു പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്? നമ്മൾ ഒരു മിറർ വരച്ചിട്ട് ഈ ഭാഗം, അതായത് ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് വരയ്ക്കുന്നു, അടുത്ത ഭാഗം നമ്മൾ പ്ലെയിൻ ആയിട്ട് നീട്ടിയേക്കുന്നു. അപ്പോൾ ഈ ഭാഗമാണ് അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ഈ വശം ആയിരിക്കത്തില്ല റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇതായിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ്. അതായത് നമ്മളിപ്പോഴും മുഖം നോക്കുന്ന കണ്ണാടി എടുക്കുന്നു. അതിനറിയാം നമുക്ക് അതിൻ്റെ ഒപ്പം ചിലത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ചിലത് ഇരുമ്പിന്റെ, അങ്ങനെ പല വശം. അതായത് ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് എന്താണ് പ്രതിബിംബം കാണാനായിട്ട് കഴിയുള്ളൂ. ആ വശമാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ആ കാണാൻ കഴിയാത്ത ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു സിമ്പൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുക. അപ്പൊ നോക്കാം, ഇതെന്താണ്? ഇതൊരു പ്ലെയിൻ മിററാണ്, ഒരു സമതല ദർപ്പണമാണ് ആണല്ലോ. ഇനി നമുക്കിവിടെ രണ്ട് ദർപ്പണങ്ങളും കൂടി പഠിക്കേണ്ടത് കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. This is convex mirror. നമ്മൾ മലയാളത്തിൽ ഇതിനെ കോൺവെക്സ് ദർപ്പണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം, ഇവിടെ കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണം. അടുത്ത് നോക്കാം കോൺകേവ് മിറർ. നോക്കാം, മൂന്ന് ദർപ്പണങ്ങൾ നമ്മളിന് അടുത്ത പുതിയതായിട്ട് പഠിക്കുന്നത്. നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ മിറർ, ദെൻ കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. ഇവിടെ നോക്കാം, ഇവിടെ ഈ നമ്മൾ പറഞ്ഞു ഇങ്ങനെ മാർക്ക് ചെയ്ത പാർട്ട് എന്താണ്? അവിടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാത്ത പാർട്ടാണ്. ഇപ്പോൾ പാർട്ടാണ് ഇത്, ആ മാർക്ക് ചെയ്യാത്ത പോർഷനാണ് ഇത് റിഫ്ലക്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ആണല്ലോ. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത? അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് കാർവ്ഡ് ഔട്ട്വേർഡ്. അതിനെയാണ് എന്ത് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, പ്ലെയിൻ മിററിന്റെ എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആണ്. അതായത് എന്താ പ്രതിപതന തലം, അതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. പ്രതിപതിക്കുന്ന ആ ഒരു തലം, ആ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇവിടെ സമതലമായിരുന്നു. അതിനെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലെയിൻ മിറർ, പ്ലെയിൻ ആയിട്ടുള്ളത്. ഇവിടെ കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്യുന്നു? കാർവ്ഡ് ഔട്ട്വേർഡ്, പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ദർപ്പണമാണിത് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് സർഫസ് പ്രതിപതന തലം പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിൽ, അതിനെയാണ് എന്ത് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത കോൺകേവ് മിറർ നോക്കാം. കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണ്? ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതാണ് ആണല്ലോ. ഇവിടെ നമുക്ക് ആ മാർക്ക് ചെയ്തിരിക്കുന്നു, അതല്ല റിഫ്ലക്റ്റിംഗ് സർഫസ്, ആ മാർക്ക് ചെയ്യാത്ത പോർഷൻ. അപ്പോൾ ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ പ്രത്യേകത നോക്കുക. ഇവിടെ എന്താണ്? ഇത് പുറത്തേക്ക് വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഇത് അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണ് ആണല്ലോ. അപ്പോ ഇതിനെ നമുക്ക് കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണം എന്ന് പറയാം. അപ്പൊ നോക്കാം, പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ എന്തൊക്കെയാണ്? പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ എന്താണ് പ്രതിപതന തലം എങ്ങനെയായിരിക്കും? പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ സമതലമായിട്ടുള്ള ദർപ്പണങ്ങളെയാണ് പ്ലെയിൻ മിറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കോൺവെക്സ് മിറർ എന്താണ്? അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണം ആ റിഫ്ലക്റ്റിംഗ് സർഫസ് പ്രതിപതന തലം പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇത് കോൺവെക്സ് മിറർ. ദെൻ കോൺകേവ് മിറർ എന്താണ്? ആ റിഫ്ലക്റ്റിംഗ് സർഫസ് കാർവ്ഡ് ഇൻവേർഡ്സ്, അതായത് അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിൽ. ഇവിടെ കോൺവെക്സ് മിററിന്റെ എന്താണ്? ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കാർവ്ഡ് ഔട്ട്വേർഡ്. ദെൻ കോൺകേവ് മിറർ ഈസ് എന്താണ്? ദ റിഫ്ലക്റ്റിംഗ് സർഫസ് കാർവ്ഡ് ഇൻവേർഡ്സ്. ഇത് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നു, അടുത്ത എന്താണ്? അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, നമ്മളൊരു
ഇതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആണല്ലോ. ഇവിടെ നമുക്ക് ഇതിന്റെ കുറച്ചൊരു പോർഷൻ കട്ട് ചെയ്ത് നോക്കാം. ഇത്രയും പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്കൊരു എന്താണ് ഒരു മിററായിട്ട് കിട്ടത്തില്ലേ? നമ്മൾ ഈ പഠിച്ച കോൺവെക്സ് മിററോ അല്ലെങ്കിൽ കോൺകേവ് മിററോ ഇതിൽ നിന്ന് കിട്ടുന്നല്ലോ. ഇതൊരു എന്താണ് ഒരു കർവിന്റെ ഭാഗമാണല്ലോ, അല്ലെങ്കിൽ ഒരു റൗണ്ടിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് പറയുന്നത് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗോളത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഒരു ഗോളാകൃതി നമുക്ക് കിട്ടും ആണല്ലോ. ഇവിടെയും അതുപോലെയാണ്. ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഗോളാകൃതി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഗോളത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയുന്നത് സ്ഫെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പ്ലെയിൻ മിറർ, അതുപോലെ എന്താണ് കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. ഈ കോൺവെക്സ് മിററും കോൺകേവ് മിററും എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. അതായത് അവ എന്താണ് ഒരു സ്ഫിയറിന്റെ പാർട്സ് ഒരു പോർഷനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഗോളത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയാം. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള 2 ടേംസ് ആണ് റിയൽ ഇമേജും വെർച്വൽ ഇമേജും. നമുക്ക് നോക്കാം എന്താണ് റിയൽ ഇമേജ്. അല്ലെങ്കിൽ യഥാർത്ഥ, റിയൽ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ളത്. ആ റിയൽ ഇമേജ് യഥാർത്ഥമായിട്ടുള്ള പ്രതിബിംബം. ഇമേജ് എന്താണ് പ്രതിബിംബം. റിയൽ ഇമേജ് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ പ്രതിബിംബം. ഇവിടെ നോക്കാം എന്താണ് റിയൽ ഇമേജ് എന്ന് വെച്ചാല് നമുക്കാണെങ്കിൽ എന്താണ് ഒരു ഇമേജിനെ നമുക്ക് ഒരു വാളിലോ അല്ലെങ്കിൽ ഒരു നമ്മൾ ദർപ്പണത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഭിത്തിയിലോ നമുക്ക് എന്താണ് അതിനെ പ്രതിപദിപ്പിക്കാനായിട്ട് കഴിയുന്നു. അങ്ങനെയുള്ള ഇമേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. നോക്കാം റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം. നോക്കാം. the image will be caught on a screen. ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇമേജിനെയാണ് എന്ത് പറയുന്നത് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ എന്താണ് ഒരു മിററിലേക്ക് അല്ലെങ്കിൽ ഒരു ദർപ്പണത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഇമേജ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്കൊരു സ്ക്രീനിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു വാളിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീനിലോ ബോർഡിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു അതിനെ റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ കിട്ടുന്ന പ്രതിബിംബത്തിന് അല്ലെങ്കിൽ ഇമേജിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം. ഇനി അടുത്ത് നോക്കുക എന്താണ് വിർച്വൽ ഇമേജ്. മിഥ്യാ പ്രതിബിംബം. റിയൽ ഇമേജ് അല്ലെങ്കിൽ എന്താണ് വിർച്വൽ ഇമേജ് അല്ലെങ്കിൽ എന്താണ് മിഥ്യാ പ്രതിബിംബം. എന്താണ് ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ റിയൽ ഇമേജ് പറഞ്ഞു നമുക്കൊരു സ്ക്രീനിൽ ഫോക്കസ് ചെയ്യിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്ത് പ്രതിബിംബങ്ങളെയാണ് റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ആ ഇമേജ് ഫോം ചെയ്യുന്നത് ആ ദർപ്പണത്തിനുള്ളിൽ തന്നെയായിരിക്കും, മിററിനുള്ളിൽ തന്നെയായിരിക്കും എന്താണ് അവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. അതിനെ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു സ്ക്രീനിലേക്ക് റിഫ്ലക്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഇമേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബം. മിഥ്യ മീൻസ് എന്താണ് നമ്മൾ കള്ളം അവിടെ അല്ലെങ്കിൽ ഇല്ലാത്തത്. ഇവിടെ റിയൽ പറഞ്ഞത് നമ്മുടെ യഥാർത്ഥമാണ്, ഇവിടെ മിഥ്യ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതാണ്. അതാണ് ആ രണ്ട് ടേംസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ വിർച്വൽ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മിററിനുള്ളിലായിരിക്കും എന്ത് ആ ഒരു ഇമേജിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് മിററിനുള്ളിലായിരിക്കും. അതിന് നമുക്ക് എന്താണ് സ്ക്രീനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഇമേജസ് നമ്മൾ എന്ത് പറയുന്നത് വിർച്വൽ ഇമേജ്. റിയൽ ഇമേജ് എന്താണ് നമുക്കൊരു സ്ക്രീനിൽ ഇമേജിനെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ള സ്ക്രീനിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഇമേജുകളാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. അതായത് മിററിനുള്ളിൽ തന്നെയാണ് ഫോക്കസ് എന്താണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ നമ്മുടെ പ്ലെയിൻ മിറേഴ്സിന്റെ ഉപയോഗിച്ചുള്ള കുറച്ച് ആപ്ലിക്കേഷൻസുകളുണ്ട്. അതായത് ആ പ്ലെയിൻ മിറേഴ്സ് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നത്, സമതല ദർപ്പണങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ
കുറച്ച് അതിന് ആ യൂസ് ചെയ്യുന്ന കുറെ ഇൻസിഡൻസുകൾ അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് ഒരു റോയൽ റോഡ് ഇമേജ് ഓഫ് ഗോൾഡ് അത് ബോക്സ് കിടപ്പുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ സമതല ദർപ്പണങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലെയിൻ മിറേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്താണ് പറയുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അവിടെ എന്താണ് ഒരു ബോർഡിനകത്ത് നമ്മൾ പ്ലെയിൻ മിറർ വെച്ച് സെറ്റ് ചെയ്യുന്ന ഓരോ, അതായത് നമുക്ക് അപ്പോഴത്തേക്ക് ആ ഓബ്ജക്റ്റിന് അല്ലെങ്കിൽ ഇമേജൊക്കെ എങ്ങനെ ഫോം ചെയ്യുമെന്നുള്ള ഒരു മെത്തേഡാണ് അവിടെ പറയുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾ അതിന്റെ ഇൻഫറൻസസ് എന്താണെന്ന് അറിയിക്കാം. ദെൻ അതുപോലെ നമ്മൾ ഈ പ്ലെയിൻ മിറേഴ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണെന്ന് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് കെലിഡോസ്കോപ്പ് ആൻഡ് പെരിസ്കോപ്പ്. കെലിഡോസ്കോപ്പ് മീൻസ് എന്താണ്, അവിടെ നമുക്ക് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 31 ഏറ്റവും ഫസ്റ്റ് പോർഷനിലായിട്ട് എന്താണ് കെലിഡോസ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ 3 നമ്മുടെ പ്ലെയിൻ മിറേഴ്സ്, ഒരേ വലിപ്പത്തിലുള്ള 3 പ്ലെയിൻ മിറേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിലായിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഒരു പ്ലെയിൻ മിറർ ഇതിന്റെ അടിഭാഗത്തായിട്ട് ഒരു ഇപ്പുറത്ത് വരും. ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മൾ ഇതിന് എന്താണ് ആ പ്ലെയിൻ മിറേഴ്സിനെ നമ്മൾ ഇവിടെ എന്താണ് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതിന്റെ 2 എൻഡും ഓപ്പൺ ആണ്. അതിനകത്ത് കുറച്ച് എന്താണ് പല കളേഴ്സിലുള്ള പേപ്പറുകളോ അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് ഷീറ്റ്, എന്തൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു പേപ്പർ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഈ വളയുടെ പീസസുകൾ, പൊട്ടിയ വളയുടെ പീസസോ എന്തെങ്കിലും ഇട്ടിട്ട് ആ 2 എൻഡും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു അപ്പാരറ്റസ് എന്താണ് നമുക്കൊന്ന് തിരിച്ചുമൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കിടക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഇൻസ്ട്രുമെന്റാണ് നമ്മൾ എന്ത് പറയുന്നത് കെലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് നിർമ്മിക്കുന്ന രീതി, അതിന്റെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പ്രൊസീജിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക, ടെക്സ്റ്റിൽ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെയാണ് നമുക്ക് എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഒബ്ജക്റ്റാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. പെരിസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് എന്താണ് ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന പട്ടാളക്കാർ, സോൾജേഴ്സിന്റെ കയ്യിലൊക്കെ ഉള്ളതാണ്. എന്താണ് അവർക്ക് ഈ ഇപ്പം മണ്ണിനടിയിലോ അല്ലെങ്കിൽ എന്താണ് ചെറിയ കുഴികളോ അല്ലെങ്കിൽ തുരങ്കങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരെന്താണ് ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ഈ ശത്രുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ അറേഞ്ച്മെന്റ് നോക്കുക. ഈ ഒരു ഇൻസ്ട്രുമെന്റിനാണ് നമ്മളെന്ത് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഇതിനകത്തും എന്താണ് ഈ സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ വെച്ചിരിക്കുന്ന അറേഞ്ച്മെന്റ് രീതി അനുസരിച്ച് നമുക്ക് ഇത്രയും പൊക്കത്തിൽ നമ്മൾ ഇതിനെ എന്താണ് മുകളിലായിട്ട് കാണത്തക്ക രീതിയിൽ വെക്കും. അപ്പോൾ ഈ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് മുകളിലൂടെ വരുന്ന ഒരാൾ നമുക്ക് എന്താണ് നമുക്ക് നേരെ നിന്ന് തന്നെ അല്ലാതെ നമുക്ക് എന്താണ് അവിടുത്തെ പൊസിഷൻ മാറ്റിക്കൊണ്ട് ഇവിടെ നോക്കാം. ഇവിടെ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ ഐസ് കാണിച്ചിട്ടുണ്ട്, അത് ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വരുന്ന ആളെ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് എവിടെ യൂസ് ചെയ്യുന്നത് പെരിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ് ഈ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. അവിടെ ഒരു പ്രത്യേക ആംഗിളിൽ കോണളവിൽ ആണ് ഈ സ്ഫെറിക്കൽ മിറേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ട് എന്താണ് ആ ഒരു രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് ഈ എനിമീസിന്റെയൊക്കെ പ്രസൻസിന് അല്ലെങ്കിൽ അവരെ എന്താ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ അടുത്ത നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, നമുക്ക് മിറേഴ്സ് നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ് കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, ദെൻ പ്ലെയിൻ മിറർ. അതിന്റെ യൂസസും പെക്യൂലിയാരിറ്റീസും ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് പേജ് നമ്പർ 31 ആ ഒരു ടേബിൾ നോക്കുക. ഏറ്റവും ആ പേജ് 31 ലാസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റും കൂടി എടുത്തു വെച്ച് നോക്കുക. ആ ടെക്സ്റ്റിൽ പറയുന്നത് നോക്കാം. ഫസ്റ്റ് മിറർ ഏതാ പറഞ്ഞിരിക്കുന്നത്? കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണം. എന്താണ് അതിന്റെ യൂസസ് എന്ന് പറയുന്നത്? യൂസ്ഡ് ബൈ ഡ്രൈവേഴ്സ് ടു സീ ദ വെഹിക്കിൾസ് ബിഹൈൻഡ്. അതായത് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഡ്രൈവർമാർക്ക് എന്താണ് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ അവർക്ക് തിരിഞ്ഞു നോക്കി വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ എന്താണ് അവർ ആ ഗ്ലാസ്സിലായിരിക്കും നോക്കുന്നത്. ആ ഗ്ലാസ്സിൽ നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മിററിൽ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അവർക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇത് എവിടെ ഈ കോൺവെക്സ് മിറേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എവിടെ പറയാം? വെഹിക്കിൾസിലൊക്കെ എന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു. അതായത് റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് നമ്മൾ സൈഡ് ഗ്ലാസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നു. അത് ഏതാണ്? ഈ കോൺവെക്സ് മിററാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതിന്റെ പെക്യൂലിയാരിറ്റി, ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഡിമിനിഷ്ഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. വസ്തുവിന്റെ
ചെറുതായിട്ടുള്ള ഒരു ഇമേജ്, അതായത് വളരെ ദൂരത്ത് നിന്ന് വരുന്ന ഒരു വസ്തുവിന് ഇപ്പം വാഹനം വരുന്നത്, ഇപ്പൊ മുമ്പേ പോകുന്ന വാഹനത്തിന് പുറകില് ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ വരെ നമുക്ക് എന്താണ് അതില് ഒരു കാണാനായിട്ട് സാധിക്കും. അതായത് വളരെ ചെറിയ ഒരു ഇമേജ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത്രയും ദൂരം വരുന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഡിമിനിഷ്ഡ് ഇമേജ് മീൻസ് എന്താണ്, വളരെ ചെറുതായിട്ടുള്ള ഒരു ഇമേജ് അവിടെ ഫോം ചെയ്യുന്നു. അതുപോലെ എന്താണ്, വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ, അതായത് വളരെ വിസ്തൃതിയോടെയുള്ള എന്താണ് അതിന്റെ ഇമേജ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരുപാട് ദൂരം നിന്ന്, അതായത് കുറെ അകലത്തിൽ നിന്ന് തന്നെ ഒരു നല്ല വിസ്തൃതിയിലുള്ള ഒരു ഇമേജ്, അതും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നു. ഇതിനടുത്ത് എന്താണ്, കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു, ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ റിഫ്ലക്ടർ ഇൻ ടോർച്ച്, നമ്മൾ ടോർച്ചൊക്കെ യൂസ് ചെയ്യുമല്ലോ, ആ ടോർച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടോർച്ചിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് കാണുമല്ലോ, അത് എന്താണ്, ഈ കോൺകേവ് മിററാണ്. അതുപോലെ എന്താണ്, ഷേവിംഗ് മിററിൽ യൂസ് ചെയ്യുന്നു. അതിന്റെ എന്താണ് കോൺകേവ് മിററിന്റെ പെക്യൂലിയാരിറ്റീസ് അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണത്തിന്റെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണ്? എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജ്. എൻലാർജ്ഡ് ഇമേജ് മീൻസ് എന്താണ്, വളരെ വലിയ ഒരു പ്രതിബിംബത്തെ അവിടെ ഫോം ചെയ്യാൻ കഴിയുന്നു. നമ്മുടെ കോൺവെക്സ് ലെൻസ് പഠിച്ചു എന്താണ്, ചെറിയ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ഇവിടെ എന്താണ്, എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജ്, വളരെ വലുതായിട്ടുള്ള ഒരു ഇമേജ്. അതായത് നമുക്കിപ്പോൾ ടോർച്ചിനൊക്കെ ഉള്ള ഒരു പ്രകാശം നമുക്ക് കിട്ടണം, അപ്പോഴത്തേക്ക് എന്താണ്, അതൊരു കൂടുതൽ സ്ഥലത്തേക്ക് കിട്ടണം ആണല്ലോ. അപ്പൊ ആ ചെറിയ പ്രതിബിംബത്തിൽ നിന്ന്, ഗ്ലാസ്സിൽ നിന്നാണ് അത് ഒരു വലിയ ഇമേജ് ആയിട്ട് നമുക്കത് കിട്ടുന്നു. അതുപോലെയാണ് എന്ത്, ഷേവിംഗ് മിറർ. നമുക്ക് എന്താണ്, ആ ഒരു പ്രതിബിംബത്തെ ഇമേജിനെ എൻലാർജ് ചെയ്ത് കാണിക്കുന്നു, പ്രതിബിംബത്തെ വലുതാക്കി കാണിക്കുന്നു. ദെൻ എബിലിറ്റി ടു റിഫ്ലക്ട് ലൈറ്റ് ആസ് എ പാരലൽ ബീം. ഇവിടെ ഈ കോൺകേവ് മിററിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ്, ആ ലൈറ്റിനെ, അതായത് അവിടെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ എന്താണ്, പ്രതിഫലിച്ചു വരുന്ന ആ രശ്മിയെ, പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു, പാരലൽ ബീം, സമാന്തരമായിട്ട് എന്ത് പ്രതിഫലിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ടോർച്ചിലേക്ക് അറിയാം, ടോർച്ചൊക്കെ നമുക്ക് ആ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ ലൈറ്റ് എന്താണ്, വല്ല വളവോ തിരിവോ എന്തെങ്കിലും ഉണ്ടോ, സ്ട്രെയിറ്റ് ലൈനിലല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു എന്താണ്, ഒരു പാരലൽ ബീമായിട്ട്, അതായത് സമാന്തരമായിട്ട് പാസ് ചെയ്യിക്കുന്നതിന് എന്ത് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ത്, ഈ സമാന്തരമായിട്ടാണ് ഈ പ്രകാശരശ്മികൾ ഈ ഒരു കോൺകേവ് മിററിലൂടെ കടന്നു വരുന്നത്. ഒരു കോൺവെക്സ് ദർപ്പണം നമ്മൾ പറഞ്ഞു എന്താണ്, അവിടെ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ പെക്യുലാരിറ്റീസ് എന്താ, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അതുപോലെ തന്നെ വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ ആണ്, ഒരു വിസ്തൃതമായിട്ടുള്ള ഏരിയയിൽ നമുക്ക് അതിന്റെ വ്യൂ കിട്ടുന്നു. ദെൻ കോൺകേവ് മിറർ പറഞ്ഞത് എവിടെ യൂസ് ചെയ്യുന്നു, ഷേവിംഗ് മിററിലും. അതുപോലെ എന്താണ്, റിഫ്ലക്ടർ, ടോർച്ചിന്റെ റിഫ്ലക്ടറിലും ഒക്കെ യൂസ് ചെയ്യുന്നു. പിന്നീട് എന്തായിരുന്നു അതിന്റെ പെക്യുലാരിറ്റീസ്, എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജ്, വളരെ വലിയൊരു പ്രതിബിംബം കിട്ടുന്നു. അതുപോലെ എബിലിറ്റി ടു റിഫ്ലക്ട് ലൈറ്റ് ആസ് എ പാരലൽ ബീം, ലൈറ്റിന് എന്താണ്, ഒരു പാരലൽ ബീമായിട്ട് അല്ലെങ്കിൽ ഒരു സമാന്തരമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എന്താണ്, ടു സീ അവർ ഫേസ്, നമ്മുടെ മുഖം നോക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിററാണ് എന്ത്, പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെയാണ്, ടു മേക്ക് കലിഡോസ്കോപ്പ് നമ്മൾ പറഞ്ഞു. അതുപോലെ പെരിസ്കോപ്പ്, ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്താണ്, നമ്മുടെ പ്ലെയിൻ മിറേഴ്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ അവിടെ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണ്, സവിശേഷതകളും. ഇമേജ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ പ്ലെയിൻ മിററിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. എന്തൊക്കെയാണ്, നമ്മുടെ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും കാണിക്കുന്നു. അതായത് എന്തൊക്കെയാണ്, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ളൊരു പ്രതിമ, അതായത് നമ്മുടെ സൈസിന്, നമ്മുടെ ഒബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെയായിരിക്കും ഇമേജിനെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മിറേഴ്സിന്റെ 3 മിറേഴ്സ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ, ഇതിന്റെ 3ന്റെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അടുത്തൊരു ടേം പഠിക്കാനുള്ളത് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്താണെന്ന്. അപ്പൊ നോക്കാം, നിങ്ങൾ ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ട് ഒരു പെൻസിൽ അതിനകത്ത് ഇട്ട് നോക്കാം. ഒരു പെൻസിൽ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ അല്ലാതെ ഒരു പെൻസിൽ നേരെ പിടിച്ച് നോക്കുന്നത്, ഈ വെള്ളത്തിലിട്ടിട്ട് ആ പെൻസിൽ നോക്കാം, ആ 2 ഇമേജും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് നോക്കാം. അവിടെ വ്യത്യാസമുണ്ട്. എന്താണ്, നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ ഒരു പേജ് നമ്പർ 32 ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഒരു പെൻസിൽ വെള്ളത്തിലിട്ടേക്കുന്നത്. എന്താണ്, ആ വെള്ളത്തിനടിയിലോട്ടുള്ള പോർഷൻ വരെ ഒരു സ്ഥാനം, അത് കഴിഞ്ഞ് കുറച്ച് ഡീവിയേഷൻ സംഭവിക്കുന്നു വ്യത്യസ്തമായിട്ട്. അതായത് ആ പെൻസിൽ മുറിഞ്ഞതുപോലെ നമുക്ക് തോന്നും, ആണല്ലോ. ആ ഒരു ഇമേജ് ആണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റിന്റെ ഒരു പ്രതിഭാസമാണ്.
എന്താന്ന് നോക്കാം. ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണിത് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പാത്തിന്റെ ഒരു ചെറിയ ഡീവിയേഷൻ സംഭവിക്കുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. എന്താണ്? ലൈറ്റ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ, ഇവിടെ നമുക്ക് നോക്കാം രണ്ട് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒന്ന് വെള്ളവുമുണ്ട്, അടുത്തത് വായുവാണ്. വെള്ളമില്ലാത്ത പോർഷൻ എന്താണ്? അവിടെ എയർ ആയിരിക്കുമല്ലോ. അപ്പോ ആ വാട്ടറിൽ നിന്ന് വായുവിലേക്ക്, എയറിലേക്ക് എന്താണ്? ലൈറ്റ് പാസ് ചെയ്യുന്നു. ആ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പാസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? ആ ലൈറ്റിന്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. രണ്ട് വ്യത്യസ്തമായ മീഡിയങ്ങളാണ്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. ഒന്ന് വാട്ടർ, അതുപോലെ അടുത്തത് എയർ. അപ്പോൾ ഈ ഒരു മീഡിയത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക്, ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് എന്താണ് ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ആ ലൈറ്റിന്റെ പാത്തിന് എന്താണ് ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ സംഭവിക്കുന്നു, ഒരു വ്യതിയാനം സംഭവിക്കുന്നു. അതിനെയാണ് പറയുന്നത് എന്ത്? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഇവിടെ ഈ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ആ പെൻസിൽ അവിടെ ബ്രോക്കൺ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ലൈറ്റിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ആദ്യം ഒരു പ്രത്യേകത പഠിച്ചെന്താ? ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു എന്താണ്? ലൈറ്റ് എപ്പോഴും നേർരേഖയിലായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അത് സഞ്ചരിക്കുന്നതെന്ന് പഠിച്ചു. ഇപ്പൊ എന്താണ്? റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ മീൻസ് എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പാത്തിന് എന്ത് ചെയ്യുന്നു? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ മിറേഴ്സിൽ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ ഗോളീയ ദർപ്പണങ്ങൾ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ പഠിച്ചു. അതിൽ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ പ്രത്യേകതകൾ പഠിച്ചു. പിന്നെ അതുവഴി ഓരോ മിറേഴ്സും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി, അല്ലെങ്കിൽ അവയുടെ യൂസസ് എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ച ലൈറ്റിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? റിഫ്രാക്ഷൻ. അതായത് വെൻ ലൈറ്റ് റേസ് പാസ് ഓൺ എ മൂവ്സ് ഓൺ എ മീഡിയം ടു എ ഡിഫറെന്റ് മീഡിയം, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ പാത്ത് വിൽ ബി ഡീവിയേറ്റ്. ആ പാത്തിന് എന്ത് ചെയ്യുന്നു? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.